ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറിയുന്നത് കൊണ്ട് നമുക്കെന്താണ് പ്രയോജനം? ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് അറിയുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? ആ ഒരു കാര്യമാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം. Q എന്ന് പറയുന്ന ഒരു സോഴ്സ് ചാർജിന് ചുറ്റും എന്ത് ഉണ്ടായിരിക്കും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഉള്ളിൽ നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ P എന്ന് പറയുന്ന പോയിന്റ് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ്. ഉള്ളിൽ നമ്മൾ P എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അതിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ആ പോയിന്റിലേക്ക് നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരണം. അതായത് Q0 എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുവരണം. ഇനി Q എന്ന് പറയുന്ന സോഴ്സ് ചാർജും Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജും തമ്മിലുള്ള ഫോഴ്സ് മെഷർ ചെയ്യണം. എന്നിട്ട് ആ ടെസ്റ്റ് ചാർജിനെ ആ ഫോഴ്സ് ഡിവൈഡും ചെയ്യണം. ആ ഫോഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാണ് വരിക? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സോഴ്സ് ചാർജ് ഈക്വൽ ടു ഫോഴ്സ് ബിറ്റ്വീൻ ദ സോഴ്സ് ചാർജ് ആൻഡ് ദ ടെസ്റ്റ് ചാർജ് ഡിവൈഡഡ് ബൈ ദ ടെസ്റ്റ് ചാർജ് ഇറ്റ്സെൽഫ്. ഇനി ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും. അതായത് E എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്, ഫോഴ്സ് എന്ന് പറയുന്നതും ഒരു വെക്റ്ററാണ്, Q0 എന്ന് പറയുന്നത് ചാർജ് ആയതുകൊണ്ട് അതൊരു സ്കെയിലറാണ്. ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും വെക്റ്റർ ഉണ്ട്, റൈറ്റ് സൈഡിലും വെക്റ്റർ ഉണ്ട്. പ്രത്യേകിച്ച് നെഗറ്റീവ് സൈൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ ഒന്ന് തന്നെയാണ്. നമ്മൾ എടുക്കുന്നത് സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. അതായത് Q എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പം ഞാനിവിടെ പ്ലസ് സൈൻ കൊടുക്കാം. നമ്മൾ കൊണ്ടുവരുന്ന ടെസ്റ്റ് ചാർജും എന്ത് തന്നെയാണ്? ഒരു പോസിറ്റീവ് ചാർജാണ്. അതായത് Q0നും ഞാൻ പ്ലസ് എന്ന് പറയുന്ന സൈൻ തന്നെ കൊടുക്കാം. അങ്ങനെയെങ്കിൽ Q എന്ന് പറയുന്ന സോഴ്സ് ചാർജും Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജും തമ്മിൽ എന്ത് ടൈപ്പ് ഫോഴ്സ് ഉണ്ടായിരിക്കും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ലൈനിൽ കൂടി Q എന്ന് പറയുന്ന സോഴ്സ് ചാർജ് Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിനെ റിപ്പൽ ചെയ്യും. അതായത് ഈ ഡയറക്ഷനിൽ ആയിരിക്കും എന്ത് പോവുക? ഫോഴ്സ് പോവുക. ആര് തമ്മിലുള്ള ഫോഴ്സാണ്? സോഴ്സ് ചാർജും ടെസ്റ്റ് ചാർജും തമ്മിലുള്ള ഫോഴ്സ്. അങ്ങനെയെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനും എന്ത് തന്നെയായിരിക്കും? ഇതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. അതായത് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. അതായത് Q0 എന്ന് പറയുന്ന ചാർജിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി? ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. അങ്ങനെയെങ്കിൽ F ഈസ് ഈക്വൽ ടു ഈ വെക്റ്റർ, ഇവിടെ നമ്മൾ വെക്റ്റർ സൈൻ ഇടണം, വെക്റ്റർ ഇൻറ്റു Q0. വളരെ എളുപ്പമാണ്. എഫിനുള്ള ഇക്വേഷൻ നമുക്ക് കണ്ടെത്തണമെങ്കിൽ Q0യെ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ മതി. ദെൻ F ഈസ് ഈക്വൽ ടു ഈ വെക്റ്റർ ഇൻറ്റു Q0. അതായത് ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണണമെങ്കിൽ അതേ പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ വെച്ച് ആ ടെസ്റ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. നമുക്ക് ആ കാര്യം ഒന്ന് തിരിച്ചു ചിന്തിച്ച് നോക്കാം. അതായത് P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് നമുക്ക് അറിയാം. അങ്ങനെയെങ്കിൽ ആ പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്, തൽക്കാലത്തേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിൽ എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടും എന്ന് നമുക്ക് വളരെ സിമ്പിളായി കണ്ടുപിടിക്കാനായി സാധിക്കും. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Q0 എന്ന് പറയുന്ന ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്. E എന്ന് പറയുന്നതോ അതേ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. Q0 എന്ന് പറയുന്നതോ ആരെയാണോ നമ്മൾ ആ പോയിന്റിൽ വെച്ചത് ആ പോയിന്റിൽ വെച്ച ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അങ്ങനെയെങ്കിൽ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറിയാമെങ്കിൽ
ആ പോയിന്റിൽ നമ്മൾ ഏത് ചാർജ് വെച്ച് കഴിഞ്ഞാലും ആ ചാർജിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിനുള്ള ഇക്വേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ക്യൂ സീറോ. തിരിച്ചും എഴുതാം Q0 ഇൻറ്റു ഇ. അതായത് നമ്മൾ അതിനെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറലൈസ് ചെയ്യുന്നു. Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിനെ മാറ്റി ഇഷ്ടമുള്ള ചാർജ് നിങ്ങൾക്ക് വെക്കാം. എഫ് വെക്റ്റർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ക്യു വി. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് ക്യു വി കൊടുത്തത്? അതായത് ഒരു സൈൻ, പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന സൈൻ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത് നോക്കാം. നമ്മൾ വെച്ചത് ഒരു പ്ലസ് ചാർജ് ആണെന്ന് വിചാരിക്കാം. അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ വെച്ചത് എന്താണ്, ഒരു പോസിറ്റീവ് ചാർജാണ്. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് വെക്റ്റർ ഇസ് ഈക്വൽ ടു പ്ലസ് ക്യൂ ഇൻറ്റു ഇ. ഇതിൻ്റെ മീനിങ് എന്താണ്? ക്യൂ എന്ന് പറയുന്ന ചാർജ്, പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് പ്ലസ് ക്യൂ വി. എന്തിനു വേണ്ടിയാണ് നമ്മൾ കൃത്യമായി ഇവിടെ പ്ലസ് സൈൻ കൊടുത്തത്? വെച്ച ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട്. ഇനി അതിന് വേറെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇവിടെ പ്ലസ് സൈൻ ആയതുകൊണ്ട് ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും അവിടെയുള്ള അതേ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനും ഒന്ന് തന്നെയായിരിക്കും. അതായത് പി എന്ന് പറയുന്ന പോയിന്റിലുള്ള, ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ വലതുഭാഗത്തേക്കാണെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാം, പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ വലതുഭാഗത്തേക്കാണ്. അതേ പോയിന്റിൽ ഞാൻ ആരെ വെച്ചു? പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജിനെ വെച്ചെങ്കിൽ ആ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും എങ്ങോട്ട് തന്നെയായിരിക്കും? വലതുവശത്തേക്ക് തന്നെയായിരിക്കും. അതായത് ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും എന്തും പോവുക? പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും പോവുക. അതായത് ഫോഴ്സിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഡയറക്ഷൻ ഒന്ന് തന്നെയാണ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ. അതുകൊണ്ടും കൂടിയാണ് നമ്മളിവിടെ ഒരു പോസിറ്റീവ് സൈൻ ഇട്ടത്. ഇനി ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കാം. അതായത് വെച്ചത് ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു വെക്റ്റർ ആണ്, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു ഇ എന്ന് എഴുതണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ മൈനസ് ക്യൂ കൊടുത്തത്, മൈനസ് എന്ന് പറയുന്ന സൈൻ കൊടുത്തത്? നമ്മൾ വെച്ച ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ടാണ്. ഇനി അതിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? തീർച്ചയായും ഉണ്ട്. മൈനസ് ക്യൂ ചാർജാണ് ഇവിടെ വെച്ചതെങ്കിൽ എന്ത് സംഭവിക്കും? ഞാനിവിടെ മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജാണ് വെച്ചതെന്ന് വിചാരിക്കാം. മൈനസ് ക്യൂ ചാർജ് എന്ന് പറയുന്ന ആ ഒരു ചാർജിൽ അല്ലെങ്കിൽ ഈ പോയിന്റിൽ, പി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് വെച്ചു. പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വലതുഭാഗത്തേക്ക് ആണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ വലതുഭാഗത്തേക്കാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. അങ്ങനെയെങ്കിൽ മൈനസ് ക്യൂ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇടതുഭാഗത്തേക്കായിരിക്കും. അതായത് ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു പോയിന്റിൽ നമ്മൾ നെഗറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അനുഭവപ്പെടുക. അതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് ക്യൂ ഇ എന്ന് എഴുതിയത്. അതായത് വെക്കുന്നത് മൈനസ് ക്യൂ ചാർജ് ആണെങ്കിൽ, ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും ആ പോയിന്റിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷനെയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? എഫ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ക്യൂ വി. ഒന്നും കൂടി നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മളൊരു പോയിന്റ് എടുക്കുന്നു, ആ പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്, ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് ഒരു ഡയറക്ഷനുമുണ്ട്. വെക്കുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് ക്യൂ വി ആയിരിക്കും. അതിൻ്റെ അർത്ഥം അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനും ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും. ഇനി ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉള്ള ഒരു പോയിന്റിൽ നമ്മൾ വെക്കുന്നത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ നെഗറ്റീവ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്
ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുമായി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കും. ഇതാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറിയാമെങ്കിൽ ആ പോയിന്റിൽ ഏതെങ്കിലും ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ പറ്റും, ഡയറക്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. മാഗ്നിറ്റ്യൂഡാണ് Q × E. ഇനി ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഫോഴ്സും പോവുക. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക.